നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ കൺഫർമേഷൻ കൊടുക്കാൻ ഇന്ന് മെസ്സേജ് വന്നു. ഇപ്പൊ ഡേറ്റ് വന്നിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ മെയ് മാസം ലാസ്റ്റ് അല്ല, മെയ് 2-ാം തീയതി തന്നെയാണ് പ്രിലിംസ് നടത്താൻ പോകുന്നത്. അതായത് ഇനിയും കറക്റ്റ് 2 മാസമേ നമ്മുടെ മുന്നിലുള്ളൂ. നോക്കിക്കേ, കാറ്റഗറി നമ്പർ 1-7/2025 SPCID, എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അസിസ്റ്റന്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, KSFE, KSCB തുടങ്ങിയിട്ടുള്ള ജൂനിയർ അസിസ്റ്റന്റ്, KSRTC, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള തുടങ്ങിയിട്ടുള്ള ജൂനിയർ അസിസ്റ്റന്റ്, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി 446/2025, 447/2025. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലർ, അതിന്റെ 2-3 കാറ്റഗറി ഉണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സൂപ്പർവൈസർ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സിലെ തന്നെ 3 കാറ്റഗറി ആയിട്ട് ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം ഡേറ്റ് മെയ് 2 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് അധികം സമയമില്ല. ഓരോത്തിനും അപേക്ഷകർ എത്രയാണെന്ന് കണ്ടല്ലോ, ഇവിടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സിലബസ് സെയിം സിലബസ് തന്നെയാണ്, നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. പഴയ പ്രിലിംസിന്റെ സിലബസ് എന്താണോ അത് തന്നെയാണ് പുതിയ സിലബസും വന്നിരിക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇനി കറക്റ്റ് 60 ദിവസം, മുന്നോട്ടും പിന്നോട്ടും ഒന്നുമില്ല. 60 ഡേയ്സ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. മാർച്ച് മാസമുണ്ട്, ഏപ്രിൽ മാസമുണ്ട്, അത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അത് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം. സിലബസ് സെയിം സിലബസ് തന്നെയാണ്. ഹിസ്റ്ററി 10 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5, ആർട്ട്, കൾച്ചറൽ, ലിറ്ററേച്ചർ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറും ചേർത്ത് 15, സയൻസ് ആൻഡ് ടെക്നോളജി 5, കണക്കിനും ഇംഗ്ലീഷിനും 20 മാർക്ക്, 10 മാർക്ക് മലയാളം. എല്ലാത്തിന്റെയും തൊട്ട് താഴെയായിട്ട് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു റെലവന്റ് ടോപ്പിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സിനും കൂടെ പ്രാധാന്യം കൊടുത്തു വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഡിഗ്രി പ്രിലിംസ് പ്ലസ് മെയിൻസ് ഫോക്കസ് ചെയ്തിട്ട് 50 ഹോട്ട് ടോപ്പിക്സ് അടങ്ങുന്ന ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കോഴ്സ് ഈ മാസം, അതായത് മാർച്ച് മാസം 15 to 20 ഒരു 20 ദിവസത്തിനകം തീരുകയാണ്. തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മോക്ക് ടെസ്റ്റുകളായിരിക്കും. ആർക്കെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. താഴെ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സെലക്ടഡ് ആയിട്ടുള്ള GK ടോപ്പിക്സ് ഡീറ്റെയിൽഡ് ആയിട്ട് SCRT NCRT വെച്ചിട്ടാണ് പഠിക്കുന്നത്. സ്റ്റാൻഡേർഡ് ബുക്സും UPSCയുടെ പഴയ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക്സും ചെയ്യുന്നത്. അതുപോലെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫുൾ GK, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചറൽ, സ്പോർട്സ്, കമ്പ്യൂട്ടർ, സയൻസ് ആൻഡ് ടെക്നോളജി ഇത്രയും കവർ ചെയ്തിട്ടുള്ള GKയുടെ മോക്ക് ടെസ്റ്റുകളായിരിക്കും 20-ാം തീയതി തൊട്ട് തുടങ്ങുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. എങ്കിൽ മാത്രമേ, ഇനി ഇപ്പൊ കുറച്ച് ദിവസമല്ല ഉള്ളൂ, നമ്മൾ ഈ മെയ് ലാസ്റ്റ് വീക്ക് ഒക്കെയാണ് പ്രതീക്ഷിച്ചത്. അങ്ങനെയല്ല, അതുകൊണ്ട് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം. ഈ പറഞ്ഞതുപോലെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കിയതിന് ശേഷം എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പിലേക്ക് ഒരു മെസ്സേജ് ഇടുക, ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇടുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.